കരങ്ങൾ ഉയർത്തി സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ. നമ്മൾ പാടിയതുപോലെ അവൻ പരിശുദ്ധനാണ്, അവൻ സർവശക്തനായ ദൈവമാണ്. ദൂതന്മാർ വിശ്രമം കൂടാതെ സദാസമയം അവൻ പരിശുദ്ധൻ 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 എന്ന് ആരാധിക്കുന്ന സർവശക്തനായ ദൈവത്തെയാണ് ഇന്ന് രാത്രി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്, നമ്മൾ ഒരുമിച്ച് ആരാധിക്കുന്നത്. ഇന്ന് രാത്രിയിലും നമ്മുടെ പാട്ടുകൾ, നമ്മുടെ സ്തുതികൾ ഒക്കെയും ആരാധനയായി സ്വർഗത്തിലേക്ക് ഉയരുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ആവർത്തന പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യെശുരൂന്റെ ദൈവത്തെ പോലെ ഒരുത്തനുമില്ല, നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തുകൂടെ തൻ്റെ മഹിമയിൽ മേഘാരൂഢനായി വരുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ഓരോ ക്രിസ്തു ഭക്തനും ആമേൻ ഹല്ലേലൂയ നമുക്ക് ഓരോരുത്തർക്കും പറയുവാൻ കഴിയും, ആമേൻ, എൻ്റെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവവുമില്ല. ഹല്ലേലൂയ. ഞാൻ ആരാധിക്കുന്ന, ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവവും ഇല്ല. ഹല്ലേലൂയ. എൻ്റെ സഹായത്തിനായി, എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും അവൻ മഹിമയിൽ മേഘാരൂഢനായി വരുന്ന ദൈവമാണ്. ഇന്ന് രാത്രിയിലും നമ്മുടെ അനുഭവത്തിലൂടെ നമ്മൾക്ക് ഓരോരുത്തർക്കും അത് പ്രഖ്യാപിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. അവൻ പുരാതനായ ദൈവം, അവൻ അവൻ നമ്മുടെ സങ്കേതമാണ്, കീഴെ ശാശ്വത ഭുജങ്ങൾ ആമേൻ അവനുണ്ട്. ഹല്ലേലൂയ. ഇന്നും ആരാധിക്കുന്ന ആ സർവശക്തനെ ഒരുമിച്ച് ചില നിമിഷങ്ങളിലൂടെ നമ്മൾ ചേർന്ന് പാടാൻ പോവുകയാണ്. ആമേൻ. അടുത്ത ഗാനം ഇങ്ങനെയാണ്, യെശുരൂന്റെ ദൈവത്തെ പോലെ മറ്റാരുമില്ല. ആ ഗാനം ഒരുമിച്ച് സന്തോഷത്തോടെ കരങ്ങളെല്ലാം തട്ടി ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. സന്തോഷത്തോടെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല, യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല. എന്റെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. എന്റെ സഹായിപ്പാൻ തന്റെ മഹിമയോടെ മേഘാരൂഢനായി വരും. ദൈവത്തെ പോ വേറൊരു ദൈവമില്ല, യേശുവിന്റെ ദൈവത്തെ പോ വേറൊരു ദൈവമില്ല.
ഒമേഗ, അവനാദ്യൻ അന്ത്യൻ, അവൻ ആൽഫ ഒമേഗ, അവനാദ്യൻ അന്ത്യൻ. ശൂരന്റെ ദൈവത്തെ